ഹലോ സുഹൃത്തുക്കളെ, ഞാൻ സിമ്പിൾ വൺ എന്ന ഒരു പുതിയ ഇലക്ട്രിക് വണ്ടിയുടെ ടെസ്റ്റ് ഡ്രൈവുമായിട്ട് വന്നതാണ്. കൊല്ലം തട്ടാമല എന്നുള്ള സ്ഥലത്താണ്. സിമ്പിൾ എനർജി എന്ന് പറഞ്ഞൊരു ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ളൊരു സ്റ്റാർട്ടപ്പ് കമ്പനിയുടെ ഒരു വണ്ടിയാണ് സിമ്പിൾ വൺ. മുമ്പ് അവർക്ക് എറണാകുളത്തും കോട്ടയത്തും മാത്രമേ ഡീലർഷിപ്പ് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഒരു കൊല്ലം തട്ടാമലയിലും അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരുപാട് നാളായിട്ട് കാത്തിരിക്കുന്നതാണ് ഈ വണ്ടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണം. ഇതിൻ്റെ വണ്ടി ഞാൻ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന വണ്ടിയാണ്. അപ്പോൾ വണ്ടി ഓടിച്ചു നോക്കി. വണ്ടി ഗംഭീര വണ്ടിയാണ്. ഞാനിതിൻ്റെ സെയിൽസ് എക്സിക്യൂട്ടീവിനെ പരിചയപ്പെടുത്താം. പുള്ളി വണ്ടിയെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരാം. ബ്രോയുടെ പേരെന്താ? അപ്പോൾ ഇതാണ് പേര്. ഞാനാണ് കൊല്ലത്തെ തട്ടാമലയിലെ സെയിൽസ് എക്സിക്യൂട്ടീവായിട്ട് വർക്ക് ചെയ്യാണ്. ശരി. വണ്ടിയുടെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറയാം ബ്രോ. വണ്ടിയുടെ ഡീറ്റെയിൽസ് പറയാം. നമുക്ക് സിമ്പിൾ വൺ രണ്ട് മോഡലാണ് വരുന്നത്. അതിൽ സിമ്പിൾ വൺ ആണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത്. ശരി. നമുക്ക് ഇതിന് റേഞ്ച് വരുന്നത് 248 IDC റേഞ്ചാണ് വരുന്നത്. അത് നമുക്ക് റിയൽ വേൾഡിൽ ഒരു 160 to 190 നമുക്ക് ഉറപ്പായിട്ടും കിട്ടുന്ന ഒരു വെഹിക്കിളാണ്. ശരി. ഇതിൽ നമുക്ക് വണ്ടി ഓൺ ആക്കുമ്പോഴത്തേക്ക് നമുക്ക് ആദ്യം ഡിസ്പ്ലേ തന്നെ തുടങ്ങാം. ശരി. ഇതാണ് നമ്മുടെ ഡിസ്പ്ലേ വരുന്നത്. TFT ഡിസ്പ്ലേ ആണ്. ഇതിൽ നമുക്ക് ഓഡോമീറ്റർ കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മുടെ ട്രിപ്പ് സെറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് പ്രൊജക്ടർ റേഞ്ച് എത്രയാണ്. ഇതിൽ 2 ബാറ്ററി വരുന്നതുകൊണ്ട് മെയിൻ ബാറ്ററി, ആദ്യത്തെ ബാറ്ററി മെയിനായിട്ട് നമ്മൾ ഫുട്ടിലാണ് വരുന്നത്. 3.7 കിലോവാട്ടിൻ്റെ ഒരു ബാറ്ററിയാണ് വരുന്നത്. പിന്നെ സീറ്റിൻ്റെ അടിയിലാണ്. അത് നമുക്ക് അതിലേക്ക് വരാം. ഇതാണ് പ്രൊജക്ടർ റേഞ്ച് നമുക്ക് കാണിക്കുന്നുണ്ട്. മെയിൻ ബാറ്ററിയിൽ എത്ര പെർസെൻറ്റേജ് ഉണ്ട്, പോർട്ടബിൾ ബാറ്ററിയിൽ എത്ര പെർസെൻറ്റേജ് ഉണ്ട്, അതെല്ലാം കാണിക്കും. പിന്നെ നമ്മുടെ റൈഡിംഗ് മോഡ്സിൻ്റെ കാര്യങ്ങളെല്ലാം കാണിക്കും. നമുക്ക് 4 റൈഡിംഗ് മോഡാണ് വരുന്നത്. എക്കോ, റൈഡ്, ഡാഷ്, സോണിക്ക്. അല്ല, എക്കോ മോഡിലെ റേഞ്ചാണ് ഇപ്പോൾ കാണിക്കുന്നത്. നമുക്കിപ്പം ചേഞ്ച് ചെയ്യണമെങ്കിൽ റൈഡിലേക്ക് ഇട്ടാൽ റൈഡിലേക്ക് സ്വിച്ച് ആവും. ഡാഷിലേക്കാണെങ്കിൽ അങ്ങനെ, സോണിക്കാണെങ്കിൽ അങ്ങനെ. ഏറ്റവും ടോപ്പായിട്ടുള്ള മോഡാണ് സോണിക്ക്. സോണിക്കിൽ നമുക്ക് ടോപ്പ് സ്പീഡായിട്ട് 105 വരെ നമുക്ക് പോകാൻ പറ്റും. ഡാഷിൽ വരുമ്പോഴത്തേക്കും ഒരു 90 ആണ് മാക്സിമം സ്പീഡ് വരുന്നത്. ഓക്കെ. പിന്നെ ബാക്കി ഇതിലുള്ള സെറ്റിങ്സും കാര്യങ്ങളും ഫീച്ചേഴ്സൊക്കെ എന്തൊക്കെയാണ്? ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡ്രോപ്പ് സേഫ് എന്ന് പറയുന്നൊരു മെയിൻ ഫീച്ചർ വരുന്നുണ്ട്. അതായത് നമ്മളെ വണ്ടി ഇപ്പോൾ ചരിഞ്ഞ് വീണ് കിടക്കുകയാണ്. അതായത് നമ്മളിപ്പം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളിപ്പം വണ്ടി ഇങ്ങനെ ചരിഞ്ഞു പോയി, അപ്പോഴത്തേക്ക് നമുക്ക് പിന്നെ ആക്സിലേറ്റർ ഓട്ടോമാറ്റിക്കലി കട്ടാവും. അതായത് നമ്മളിപ്പോൾ വണ്ടി എടുത്ത് പൊക്കുന്ന സമയത്ത് ആക്സിലേറ്റർ കൊടുത്തിട്ട് വണ്ടി മുന്നോട്ട് പോകാന്നുള്ള ടെൻഷനും കാര്യങ്ങളും ഒന്നും വേണ്ട. പിന്നെ നമുക്ക് എമർജൻസി കോൺടാക്ട് കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും നമുക്കിപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും എമർജൻസി വരുവാണെങ്കിൽ നമുക്ക് അതുവഴി അവർക്ക് കോളും മെസ്സേജ് പോകുന്ന ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വരുമ്പോഴത്തേക്ക് ഫ്രണ്ടും ബാക്കും ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. അതും വൈബ്രയുടെ ഡിസ്ക് ബ്രേക്ക്, അതായത് നമ്മുടെ സ്പോർട്സ് ബൈക്കിലൊക്കെ വരുന്ന ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. പിന്നെ ടയർ സൈസ് വരുമ്പോഴത്തേക്കും 12 ഇഞ്ചിൻ്റെ അലോയ്സും അതിനനുസരിച്ചുള്ള ടയേഴ്സാണ്. മോണോഷോക്ക് ബാക്കിൽ മോണോഷോക്കാണ് വരുന്നത്. ഡിക്കി ഒന്ന് ഓപ്പൺ ആക്കും ബ്രോ? ഉറപ്പായിട്ടും. നമുക്ക് ഡിക്കിയിൽ നോക്കുമ്പോഴത്തേക്കും കീ വഴിയാണ് ഡിക്കി ഓപ്പൺ ആക്കുന്നത് അല്ലേ? അതെ, അവിടെ തന്നെ പ്രസ് ചെയ്താൽ കീ ഓപ്പൺ ആക്കാം. ഇതാണ് നമ്മുടെ പോർട്ടബിൾ ബാറ്ററി വരുന്നത്. അത് കൂടാതെ നമുക്കിപ്പം ചാർജറും ഹെൽമെറ്റും ഒക്കെ വെക്കാനുള്ളൊരു 30 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസും നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. ഫുൾ ഫേസ് ഹെൽമെറ്റ് വെക്കാൻ പറ്റുമോ? ഫുൾ ഫേസ് ഹെൽമെറ്റ് പാടായിരിക്കും അല്ലേ? എനിക്ക് വെക്കാൻ പറ്റുമെന്നാ തോന്നുന്നത്. ബാറ്ററി മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ബാറ്ററി വീട്ടിൽ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഫുൾ ഫേസ് ഹെൽമെറ്റ് വെക്കാം. അതല്ല, 1S മോഡലിൽ ഈ ബാറ്ററി വരുന്നില്ല. അപ്പോഴത്തേക്കും ആ ഒരു സ്പേസും കൂടെ അവൈലബിൾ ആയിട്ട്. ഇത് റിമൂവ് ഒന്ന് ചെയ്ത് കാണിക്കോ? ജസ്റ്റ് പ്രസ് റിമൂവ് ചെയ്ത്. അത്യാവശ്യം വെയിറ്റ് ഉണ്ടോ? ബാറ്ററി അത്യാവശ്യം അല്ല, നല്ല വെയിറ്റ് ഉണ്ട് ബാറ്ററി. എനിക്ക് തോന്നുന്നു 10 കിലോയ്ക്ക് മുകളിൽ ഉണ്ട്. വെയിറ്റ് വരുന്നത്. നല്ല വെയിറ്റ് ഉണ്ട് ബാറ്ററി. അതാണ് 1.3 കിലോവാട്ടിന്റെ ബാറ്ററി. ശരി. ഇത് റിമൂവ് ചെയ്ത് വീട്ടിൽ വെച്ച് ചാർജ് ചെയ്യാൻ പറ്റുന്ന സംവിധാനം സംവിധാനം വന്നിട്ടില്ല. ഫ്യൂച്ചറിൽ വരുമെന്നാണ് കമ്പനി അറിയിച്ചിട്ടുള്ളത്. ശരി, ഓക്കെ. പിന്നെ വണ്ടിയിൽ ക്രൂയിസ് കൺട്രോൾ അങ്ങനെയുള്ള സംവിധാനങ്ങളുണ്ടോ? ക്രൂയിസ് കൺട്രോൾ ഇല്ല, വന്നിട്ടില്ല. ഇത് നമുക്ക് മെയിനായിട്ട് ഒത്തിരി വേണ്ടാത്ത നമ്മുടെ ഫീച്ചേഴ്സ് ഒന്നും ആഡ് ചെയ്യാതെ, അതായത് ക്രൂസ് കൺട്രോൾ വേണ്ടാത്ത ഫീച്ചേഴ്സ് ഒന്നല്ല പറയുന്നത്. നമുക്കിപ്പം ഒരു നോർമലായിട്ടുള്ള ഒരു പേഴ്സണ് എല്ലാ കാര്യങ്ങളും ഒത്തിരി തല പൊയ്ക്കുന്ന കാര്യങ്ങളൊന്നും ആഡ് ചെയ്യാതെ നമുക്ക് നമ്മുടെ വണ്ടി പോലെ കൊണ്ടുനടക്കാൻ പറ്റുന്ന, ഒരു പെട്രോൾ വെഹിക്കിൾ പോലെ കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു സ്കൂട്ടർ സെഗ്മെന്റിലെ ഒരു ബൈക്ക് എന്നാണ് നമുക്ക് പറയാം. വണ്ടി ഒന്ന് ഓണാക്കി ഇങ്ങനെ ഒന്ന് ഡ്രൈവ് ചെയ്തൊന്ന് കറങ്ങി വരുമോ? ഇല്ല, കുഴപ്പമില്ല. ജസ്റ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് കറങ്ങി വന്നാൽ ചെറിയ റോഡല്ലേ? വണ്ടി ഞാൻ ഓടിച്ചു നോക്കി. വണ്ടി ഓടിക്കാനൊക്കെ നല്ല ഗംഭീര വണ്ടിയാണ്.
ഒരാൾ മാത്രമേ ഉള്ളെങ്കിൽ ഈക്കോ മോഡിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. ഈക്കോ മോഡ് നമ്മൾ ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു 190 കിലോമീറ്ററിന് അടുത്ത് റേഞ്ച് ഇതിൽ കാണിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ആ റേഞ്ച് തന്നെ കിട്ടും. ഒരു 10% കുറച്ചാൽ പോലും നമുക്കൊരു 160-170 കിലോമീറ്റർ നമുക്ക് റേഞ്ച് നമുക്ക് വണ്ടിക്ക് കിട്ടും. പിന്നെയുള്ള റൈഡ് ഇട്ട് കഴിഞ്ഞാൽ ഒരു 70 കിലോമീറ്റർ വരെ പോകും. ഇക്കോ ആണെങ്കിൽ ഒറ്റയ്ക്ക് ഉള്ളെങ്കിൽ ഒരു 50 കിലോമീറ്റർ. കൂടെ ഒരാളുണ്ടെങ്കിൽ ഏറ്റവും നല്ല റൈഡ് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ മോഡാണ്. രണ്ടാമത്തെ മോഡിൽ ഒരു 140 കിലോമീറ്റർ വരെയൊക്കെ റേഞ്ച് കിട്ടും. പിന്നെ അത് കഴിഞ്ഞാൽ ഉള്ളത് മൂന്നാമത്തെ മോഡ് ഏതാ? ഡാഷ് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 90 കിലോമീറ്റർ വരെ വണ്ടി പോകും. പിന്നെ ഉള്ളത് സോണിക് എന്ന് പറഞ്ഞൊരു ഹൈപ്പർ മോഡാണ്. അതിട്ട് കഴിഞ്ഞാൽ ഒരു 105 കിലോമീറ്റർ വരെയാണ് വണ്ടിയുടെ റേഞ്ച്. ഇതിൽ ഒറ്റയ്ക്കാണ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കൂടെ ആളുണ്ടെങ്കിൽ ഏറ്റവും നല്ല റൈഡ് എന്ന് പറഞ്ഞ മോഡാണ്. രണ്ടാമത്തെ മോഡിൻ്റെ ആവശ്യമുള്ളൂ. മൂന്നാമത്തെ മോഡ് അല്ലെങ്കിൽ നാലാമത്തെ മോഡ് നമ്മൾ ട്രാഫിക്കിൽ വേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞ് നമ്മൾ ഹൈവേയിലൊക്കെ പോകുമ്പോൾ ഏതെങ്കിലും വണ്ടി ഓവർടേക്ക് ചെയ്യണം, പെട്ടെന്ന് നമുക്ക് കയറി പോകണമെന്നുണ്ടെങ്കിൽ അത് മൂഡ് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി വളരെ ഫാസ്റ്റായിട്ട് നമ്മൾ അത്യാവശ്യം ഒരു 300-350 cc ബൈക്കൊക്കെ പോകുന്നത് പോലെ ആ ഒരു പുഷും അതുപോലെ നമുക്ക് നല്ലൊരു ഫാസ്റ്റായിട്ട് വണ്ടി കയറി പോകുന്നതാണ്. ഇതൊക്കെയാണ് അതിൻ്റെ സ്വിച്ചുകൾ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ബൈബറിൻ്റെ ബ്രേക്കാണ് വരുന്നത്. ബൈബർ, യമഹയും അതുപോലെയുള്ള എല്ലാ ബ്രാൻഡുകളും ഉപയോഗിക്കുന്ന ഡിസ്ക് റോട്ടറാണ് വരുന്നത്. വണ്ടി അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. ഞാൻ ഏതർ ഓടിച്ചിട്ടുണ്ട്. ഏതറിനേക്കാളും കുറച്ചുകൂടെ വണ്ടി കംഫർട്ടബിളാണ് ഓടിക്കാൻ. നല്ല വണ്ടിയാണ്. എടുക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് തട്ടാമലയുള്ള സിമ്പിളിൻ്റെ ഷോറൂം സന്ദർശിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ്. ഓക്കെ ബ്രോ, താങ്ക് യു സോ മച്ച്.